കാലത്ത് സ്വയം പ്രതിരോധിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? അപ്പോൾ കേരള പോലീസിന്റെ സ്വയം പ്രതിരോധ പരിശീലനം നടത്തുന്ന ഒരു ക്ലാസിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അവിടുത്തെ ബാക്കി വിശേഷങ്ങൾ എന്താണെന്ന് നോക്കി പറയാം. ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകാൻ നോക്കുമ്പോൾ കുട്ടികളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, താഴെ കിടന്നിട്ട് നമുക്ക് ഗ്രോയിങ് പാർട്സിൽ ചവിട്ടാം. അല്ല മുതിർന്ന ആളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അക്രമിയുടെ അടുത്തേക്ക് നമ്മൾ ഏറ്റവും അടുത്തേക്ക് ചെല്ലുന്നു. കണ്ട എന്റെ കൈ ലൂസായി, ഞാൻ എന്ത് ചെയ്തു, കൈ മുഷ്ടി ചുരുട്ടി പവറിൽ മറച്ചിടുക ചെയ്യണം. ഇങ്ങനെ ചെയ്യാം. ഇനി ഒരു കൈയിലാണ് പിടിച്ചിട്ട് വലിച്ചു കൊണ്ടുപോകണം നോക്ക്. അയാൾ ഒരിക്കലും വിടാൻ വേണ്ടി ചെയ്യുന്നതല്ലോ. നമ്മൾ ഏറ്റവും അടുത്ത് അക്രമിയുടെ അടുത്തേക്ക് നമ്മൾ അടുക്കുന്നു. മനസ്സിലായില്ലേ? വേറൊന്നല്ല ഉദ്ദേശിക്കുന്നത്, ആത്മവിശ്വാസം. നമുക്ക് പൊതുവെ സ്ത്രീകൾക്കുള്ള ആത്മവിശ്വാസ കുറവുകൊണ്ടാണ് പലപ്പോഴും പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് മനസ്സിലാക്കിയത്. നമുക്ക് നേരെ വരുന്ന പ്രശ്നങ്ങൾ പ്രതികരിക്കാൻ പറ്റാത്തത് നമുക്ക് സാധിക്കില്ല എന്നൊരു തോന്നലുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് മാത്രം ഉദ്ദേശിക്കുന്നത്. അതിനൊരു 40ഓളം ടെക്നിക്സുകളുണ്ട്. നമ്മുടെ ശരീരത്തിൽ തന്നെ ആയുധങ്ങളായിട്ട് ഉപയോഗിക്കാവുന്ന അവയവങ്ങൾ, മനുഷ്യ ശരീരത്തിൽ തന്നെ വീക്കായിട്ടുള്ള ഭാഗത്ത് അത് എത്രയും പെട്ടെന്ന് ഉപയോഗിച്ച് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, അതിൻ്റെ ഒരു ട്രെയിനിങ് ആണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഒരു 20 മണിക്കൂറോളം ഉള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് അത്. ചിലപ്പോൾ 2 മണിക്കൂറോടെ ഞങ്ങൾ ഏറ്റവും ഷോർട്ടാക്കി പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓരോ ജില്ലയിലും 4 പേരടങ്ങുന്ന ഒരു ട്രെയിനിങ് ടീമാണുള്ളത്. അപ്പോൾ എൻ്റെ പേര് ജിജി, മാഡത്തിൻ്റെ പേര് ഷിജി. അപ്പോൾ ഞങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ എൻ്റെ കേരളം പ്രോഗ്രാം കഴിയുന്നത് വരെ ഇവിടെ വരുന്നവർക്ക് ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സർവീസാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ നമ്പറിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കൊടുക്കും. നമ്മുടെ കണ്ണ് എന്ന് പറയുന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആയുധമാണ്. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പ്രതികരിക്കാൻ പറ്റുന്ന ഒരു ആയുധം കൂടിയാണ്. കണ്ണുകൊണ്ട് രൂക്ഷമായിട്ടൊരു നോട്ടം, അതായത് നമ്മൾ പ്രതികരിക്കാൻ കഴിവുള്ളവരെന്ന് കാണിക്കുന്നതിന് ഇതുമില്ല അല്ലേ. നമ്മൾ നല്ല രൂക്ഷമായിട്ടൊന്ന് നോക്കി കഴിഞ്ഞാൽ ഇയാള് പ്രശ്നക്കാരാണ്, പ്രതികരിക്കും. പിന്നെ അതേപോലെ തന്നെയാണ് നമ്മുടെ പല്ല് ആയുധമാണ്. കൈയുടെ എല്ലാ ഭാഗവും ആയുധമാണ്. കൈവിരല് നമ്മുടെ കണ്ണിൽ കൊണ്ടാൽ തന്നെ എങ്ങനെയാണ് ഒരു അസ്വസ്ഥയുണ്ട്. അപ്പോൾ കൈവിരൽ നമ്മൾ ശക്തമായിട്ടൊന്ന് കൊടുത്തു കഴിഞ്ഞാലോ കിട്ടുന്ന ആൾക്ക് കിട്ടിയെന്ന് തോന്നും, നമുക്കൊരു സംതൃപ്തി ഉണ്ടാവും. കൈയുടെ വിരലുകൾ ഇങ്ങനെ മുഷ്ടി ചുരുട്ടിയിട്ട് ഒരു ഇടി കൊടുക്കുക. അപ്പോൾ എങ്ങനെയുണ്ടാവും, മൂക്കിനെ കിട്ടിക്കഴിഞ്ഞാൽ. ഇനി കൈമുട്ട് നമ്മുടെ ശരീരത്തിൽ കൊള്ളുമ്പോൾ ഉണ്ടാവുന്ന അസ്വസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് അറിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാലോ, കാലിൻ്റെ മുട്ട്, കാൽപാദം, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ആയുധങ്ങളായിട്ട് ഉപയോഗിക്കാവുന്ന അവയവങ്ങൾ. മനുഷ്യരത്തിൽ തന്നെ വീക്കായിട്ടുള്ള ഭാഗം നമ്മൾ വെറുതെ പല സ്ഥലത്ത് ഉപയോഗിച്ചാൽ അത് നമ്മൾ വിചാരിക്കുന്ന ഒരു ഫലം കിട്ടില്ല. ഈ കണ്ണ് ആയുധം പോലെ തന്നെ കണ്ണെന്താണ് ഏറ്റവും വീക്കായിട്ടുള്ള ഭാഗം. കണ്ണിൽ ശക്തമായിട്ടൊരു കുത്തു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു പെട്ടെന്ന് ആൾക്കൊരു പെയിൻ ഉണ്ടാവുന്ന, ഒന്നും ചെയ്യാൻ പറ്റാത്ത തളർന്നു നിൽക്കുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം, ഓടി രക്ഷപ്പെടാം. ആ ഒരു സാഹചര്യം, അപകടകരമായ ഒരു സാഹചര്യത്തിൽ നമുക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ടെക്നിക്സുകളാണ്. ഇനി മൂക്കിന് ശക്തിയായിട്ടൊന്ന് ഇടിക്കുക. മൂക്ക് വീക്കായിട്ടുള്ള ഭാഗമാണ്. ചെവി വീക്കായിട്ടുള്ള ഭാഗമാണ്. ചെവിയിൽ പൊത്തി അടിക്കുക. അപ്പോൾ ചെവി വീക്കായിട്ടുള്ള ഭാഗം. പിന്നെ നമ്മുടെ തൊണ്ടയുടെ ഈ ഭാഗം, അതായത് കുഴി. പിന്നെ പുരുഷന്മാർക്കൊക്കെ ആണെങ്കിൽ ആദം സാപ്പിൾ എന്ന് പറയുന്ന ഭാഗം ശക്തിയായിട്ടൊരു വെട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സമയം നമുക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന സമയം നമുക്ക് ഓടി രക്ഷപ്പെടാം. വാരിയലുകൾ ചേരുന്നൊരു ഭാഗം സ്റ്റേണം എന്ന് പറയും. ആ ഭാഗത്ത് നല്ല ശക്തിയായിട്ട് ഇടിക്കുകയോ കുത്തുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം. പിന്നെ നമ്മുടെ ജനനേന്ദ്രിയത്തിന്റെ ഭാഗം, അവിടെ ഒരു പ്രഷർ കിട്ടിക്കഴിഞ്ഞാൽ സ്ത്രീക്കായാലും പുരുഷനായാലും നല്ല പെയിനാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, മുട്ടുകാല് വെച്ചിട്ടൊന്ന് കൊടുക്കാം, നമ്മുടെ കാലിന്റെ ടോ വെച്ചിട്ടൊന്ന് കൊടുക്കാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, കൈ വെച്ചിട്ട് കൊടുക്കാം. നമ്മൾ എങ്ങനെയാണോ പ്രതികരിക്കുന്നത് അതുപോലെ നമ്മൾ സോഫ്റ്റ് ആയിട്ട് ഈ പ്രവൃത്തികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അക്രമിക്ക് വേണ്ടത്ര പെയിൻ കിട്ടില്ല, അവരെ തളർത്താൻ പറ്റില്ല, നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മളെന്താ ചെയ്യേണ്ടത്, നമ്മൾ നമ്മുടെ മാക്സിമം എഫർട്ട് എടുക്കണം. നമ്മുടെ ഈ പവർഫുൾ ആയിട്ടുള്ള, അതായത് ഈ ഭാഗം, നമുക്ക് പവർഫുൾ ആയിട്ടുള്ള ഭാഗം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങളുടെ കയ്യിലൊന്ന് കയറി പിടിച്ചു എന്ന് വിചാരിക്കുക, ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിരടിക്കാം അല്ലേ, കണ്ണുകൊണ്ട് കുത്താം അല്ലെ, കണ്ണിൽ കുത്താം, മൂക്കിനടിക്കാം. കൈ പിടിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നമ്മുടെ മറ്റേ കൈ ഫ്രീ ആണ്, നമുക്കിതൊക്കെ ചെയ്യാം. അപ്പൊ ഇയാൾക്കുണ്ടാക്കുന്ന വേദന കൊണ്ട് നമുക്കിത് സാഹചര്യത്തിന് രക്ഷപ്പെടാം. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഒരു ആയോധന കലകളും പഠിക്കാതെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ തന്നെ ആയുധങ്ങളായിട്ട് ഉപയോഗിക്കാവുന്ന അവയവങ്ങൾ വെച്ചിട്ട് മനുഷ്യ ശരീരത്തിൽ വീക്കായിട്ടുള്ള ഭാഗങ്ങളിൽ നമ്മൾ ശക്തമായിട്ടൊരു പ്രഹരേൽപ്പിച്ച് ആ സാഹചര്യത്തിൽ നമ്മൾ രക്ഷപ്പെടാനുള്ള ചെറിയ ചെറിയ ടെക്നിക്സുകൾ. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരാളിപ്പോൾ ഇങ്ങനെ നിന്നിട്ട് നിങ്ങളോട് മോശമായിട്ട് പെരുമാറാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാം, അയാളെ നമ്മുടെ കൈയുടെ വെച്ചിട്ടൊന്നും അല്ലേ നമ്മുടെ പ്രതികരിക്കല്. അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒരാൾ കൈ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കൈ ഇങ്ങനെ വെക്കാം, പറ്റില്ലേ? അപ്പൊ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മൾ പറയുന്നുള്ളൂ. ബാഗൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ധരിക്കുമ്പോൾ ബാഗ് ഇങ്ങനെ ശ്രദ്ധിച്ചിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ബാഗിന് നമ്മുടെ പെർമിഷൻ ഇല്ലാണ്ട് ഒരാളൊരു സാധനം എടുക്കില്ല
അങ്ങനെ സിമ്പിൾ മെത്തേഡുകളാണ് പറഞ്ഞു കൊടുക്കുന്നത്.